ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ്. ഞാൻ ഇന്ന് നിങ്ങളടുത്ത് എൻ്റെ കുറച്ച് ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര നൊസ്റ്റിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ സംസാരിച്ച് എന്ത് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ എൻ്റെ നൊസ്റ്റിലോട്ട് പോയി അവരെ കൂടെ അവർ ചിലപ്പോൾ അത് മറന്നുപോയി കാണും. പക്ഷെ ഞാൻ അവരെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് പറയുമ്പോൾ എനിക്കത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ഓർമ്മകൾ പറയാം. ഞങ്ങളെ വീട്ടിൽ പുൽക്കൂട് കെട്ടും. എല്ലാ ക്രിസ്മസിനും പുൽക്കൂട് കെട്ടും. പണ്ട് മുതലേ കെട്ടും. ഞങ്ങൾക്ക് പശുവൊക്കെ ഉള്ളതുകൊണ്ട് വയ്ക്കുമല്ലോന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഒരു മാസം മുമ്പേ പുൽക്കൂട് കെട്ടും. ക്രിസ്മസിൻ്റെ തലേന്ന് വരെ ഞങ്ങളത് അഴിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു 10th പഠിക്കുന്നത് വരെ പുൽക്കൂട്ടിൽ വയ്ക്കാൻ ഉണ്ണിയേശുവൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ലായിരുന്നു. ഞാനൊരു 10th കഴിയപ്പോഴാണ് അച്ഛൻ ഉണ്ണിയേശുവിനെയൊക്കെ കൊണ്ടുവന്നത്. അതിന് മുമ്പ് ഒക്കെ ഞങ്ങൾ ലൈറ്റ് ഉണ്ട് കേട്ടോ, മറ്റേ കളർ ബൾബ് അതൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോൾ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ ഞാനും ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ അതിന് ചുറ്റിയിരുന്ന് ഞങ്ങൾ കുറേ കസിൻസൊക്കെ ഉണ്ട്. ഞങ്ങൾ വീട് അടുത്തടുത്തായതുകൊണ്ട് കുറേ കസിൻസ് ഉണ്ട്. ഞങ്ങൾ അതിൽ ഇങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ 10th അച്ഛൻ ഉണ്ണിയേശുവിനെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഉണ്ണിയേശുവിനെയൊക്കെ വെച്ചത്. അതിന് മുമ്പ് ഞങ്ങൾ കളിമണ്ണിൽ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കി. ഉണ്ണിയേശു ആണോ എന്തോ ഒരു പാവേൻ്റെ രൂപത്തിനൊക്കെ ഉണ്ടാക്കി ക്രിസ്മസിന് വെച്ചിട്ടുണ്ട് പുൽക്കൂടിനകത്ത്. പിന്നെ രണ്ടാമത്തെ ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുന്നത് ഞാനൊരു 10th 9th പഠിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ എപ്പോഴും വഴക്കുണ്ടാകും. ഞാനൊരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ക്ലാസ്സിലല്ലമ്പല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊരു വഴക്കാളിയായ കുട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അന്ന് ക്രിസ്മസ് എക്സാം നടക്കുന്ന സമയം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് പിണങ്ങി. അപ്പോൾ അന്ന് ഈ പാട്ട് കേൾക്കണ ഗ്രീറ്റിംഗ് കാർഡുണ്ട്. അന്നൊരു 25 ആണോ അത് 15. പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടില്ല. അന്ന് ആ 15 രൂപ എന്നെ സംബന്ധിച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി അവളെന്ന് എനിക്ക് ആ പാട്ട് കേൾക്കണ ഗ്രീറ്റിംഗ് കാർഡ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ എല്ലാ ക്രിസ്മസ് ആകുമ്പോഴും എനിക്കിത് ഓർമ്മ വരും. ഞങ്ങൾക്ക് ഉണ്ണിയേശു ഇല്ലാത്ത പുൽക്കൂട് ഓർമ്മ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ.